ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഏപ്രിൽ 23 കുഞ്ഞാവയുടെ ചോറൂണാണ്. 3 അമ്പലങ്ങളിലായിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ 23 24 പിന്നെ മെയ് 1 ചോറ് കൊടുക്കുന്നത്. അപ്പം ചോറിന്റെ വിശേഷങ്ങളെല്ലാം 3 പാർട്ടുകളായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആ ചോറൂണിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്ന ദിവസം, അതായത് ഏപ്രിൽ 21 ഞായറാഴ്ചയാണ്. മറ്റന്നാണ് ചോറ് കൊടുപ്പ്. ഇന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കിട്ടില്ല. ചേട്ടൻ ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ. പിന്നെ രാവിലെയൊക്കെ ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. ഇപ്പൊ ഇതാ വൈകിട്ട് വെയിലൊക്കെ താന്ന് മണി 5 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ബാലരാമപുരത്താണ് നമ്മൾ പോകുന്നത് ഷോപ്പിങ്ങിന്. ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ടുള്ള സെറ്റ് മുണ്ട്, സാരി, മുണ്ട് ഇതെല്ലാം നമ്മൾ ബാലരാമപുരത്ത് നിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ബാലരാമപുരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ബാലരാമപുരത്തെത്തി. ഞാൻ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ കുഞ്ഞാവയും വെച്ചുകൊണ്ടിരുന്നു. നമ്മളെല്ലാം ഒരു കടയിൽ നിന്നല്ല എടുത്തത്. അവിടെ കുറേ കടകളുണ്ടല്ലോ, കണ്ണൻ ഹാൻഡ്ലൂംസ്, കസവ് ഹാൻഡ്ലൂംസ്, ബാലരാമപുരം ഹാൻഡ്ലൂംസ്, അങ്ങനെ എല്ലാ കടകളിലും കയറിയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് എടുത്തത്. അത് കഴിഞ്ഞ് ചിന്തുചേട്ടന് ഒരു മുണ്ടെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ ഡ്രസ്സും എടുത്ത ശേഷം നേരെ വീട്ടിലോട്ട് പോയി. ഇതൊക്കെയാണ് അവിടുത്തെ കടകൾ. ഹലോ, അപ്പം നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഒരു 5 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഷോപ്പിലെത്തിയതാണ്. ഇപ്പം നമ്മൾ 8 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഷോപ്പിങ്ങിന് കയറിയപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി, ഷോപ്പിങ്ങിലായിപ്പോയി. അപ്പം ദാ ബാലരാമപുരത്തു കയറി നമുക്കുള്ള സെറ്റും സാരിയും ഒക്കെ വാങ്ങിച്ചു. ചേട്ടനുള്ള മുണ്ടൊക്കെ വാങ്ങിച്ചു. പിന്നെ കുഞ്ഞാവയ്ക്കും കുഞ്ഞൂട്ടിനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സും പിന്നെ ബാക്കി കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി നമ്മൾ പ്രാവച്ചമ്പലത്തുള്ള ശോഭാസ് ടെക്സ്റ്റൈൽസിലും കയറി. അപ്പം ഷോപ്പിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു വീടെത്തി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എനിക്ക് സാരി വാങ്ങിയിട്ടുണ്ടേ. ഇതാണ് ഒരു സാരി, യെല്ലോ ബ്ലൂ കോമ്പിനേഷൻ. അപ്പോൾ പണ്ടേ എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കടയിൽ കയറിയത് ഈ കളർ കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നമ്മൾ ഈ ഒരു സാരി എടുത്തു. ഇത് ബാലരാമപുരത്തുള്ള കസവ് ഹാൻഡ്ലൂം എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് ഇതെടുത്തത്. പിന്നെ നമ്മൾ അതേ കടയിൽ നിന്ന് തന്നെ അമ്മയ്ക്കൊരു സാരി എടുത്തു. ഇതാ ഈ ഒരു ഗ്രീൻ കളറിൽ, ഈ ഒരു ലൈറ്റ് ഗ്രീൻ വന്നിട്ട് ഇതിൻ്റെ മുന്താണി പറഞ്ഞിട്ട് ഇതാണ്ട് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. മുന്താണിയും ബ്ലൗസ് ഈ ഒരു ഡാർക്ക് ഗ്രീൻ വരും, അല്ലാതെ ഈ ഒരു ലൈറ്റ് കളർ ഗ്രീൻ. പിന്നെ നമ്മൾ വന്നിട്ട് ബാലരാമപുരം ഹാൻഡ്ലൂമിൽ നിന്നിട്ട് എനിക്ക് ഒരു സെറ്റ് സാരി വാങ്ങിച്ചു. ഇങ്ങനെ വന്നിട്ട് ത്രൂ ഔട്ട് ഇതുപോലൊരു സർക്കിളിൽ ഗോൾഡും റെഡും കൂടെ വന്ന് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ളൊരു സെറ്റ് സാരി. ഇത് എൻ്റെ ഒരു സെക്കൻഡ് സാരി. കസവിൻ്റെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു സാരിയാണ്. കളറൊന്നുമില്ല, കസവിൻ്റെതാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല വർക്കാണ്. അകത്ത് വന്നിട്ട് ഇതുപോലെ ലൈൻ ഇങ്ങനെ വരും. ത്രൂ ഔട്ട് ഇതുപോലെ ലൈൻ വരും. മുന്താണിയിലാണ് ഈ ഒരു വർക്കൊക്കെ വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഏത് കളർ ബ്ലൗസുമായിട്ട് കോമ്പിനേഷൻ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം പ്ലെയിൻ എടുത്തു, കളറൊന്നും വരാത്ത ഒരെണ്ണം എടുത്തു. കുഞ്ഞാവയ്ക്ക് 3 കുഞ്ഞ് നേരിയത്, ഇത് മറ്റേ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് നേരിയതാണ് കേട്ടോ. 3 ക്ഷേത്രത്തിൽ നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട്. 3 വേണ്ടി 3 എണ്ണം. പിന്നെന്താ ഒരു അണ്ടർ സ്കേർട്ട്, 2 തോർത്തും എടുത്തു. ഇത്രയേ ഉള്ളൂ ബാലരാമപുരം ഹാൻഡ്ലൂംസിൽ നിന്ന് എടുത്തത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് വെച്ചാൽ ചേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു സെറ്റ് സാരി. ഇതാ നല്ല രസമുണ്ട്. ഈ ഒരു വയലറ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു സാരിയാണ് വാങ്ങിച്ചത്. പിന്നെ ചിന്ത ചേട്ടൻ്റെ ഒരു മുണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ പിന്നെ ഷർട്ട് ഇനി എടുക്കണം, അത് നാളെ എടുക്കും. അപ്പം ബാലരാമപുരത്ത് പോയത് നമ്മൾ മുണ്ട് മാത്രമേ വാങ്ങിച്ചുള്ളൂ. 3 കൂടെ ഒരു മുണ്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുണ്ട് എടുത്തോളൂ. പിന്നെ എൻ്റെ സാരിക്ക് വേറൊരു അണ്ടർ സ്കേർട്ട് കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞൂട്ടനെ ഈ ചോറോട് പ്രമാണിച്ച് എൻ്റെ അമ്മ എടുത്തു കൊടുത്തതാണ് കേട്ടോ. അമ്മ പൈസ കൊടുത്തു, നമ്മൾ പോയി വാങ്ങിച്ചു. അവനൊരു ജീൻസ്, ഒരു ബനിയനും നിക്കറും. പിന്നെ ഇത് എൻ്റെ ചേച്ചി ചോറൂണ് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമല്ലോ. അപ്പം ചേച്ചിയുടെ സമ്മാനമായിട്ട് കുഞ്ഞാവയ്ക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു.
ഇതെല്ലാം കുഞ്ഞാവയ്ക്ക് എടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ. ഇതൊക്കെ 1 2 3 4 5 ഈ 5 എണ്ണം അമ്മയുടെ ഗിഫ്റ്റാണ്. അമ്മ പൈസ തന്നു കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു 5 ഡ്രസ്സ് എടുക്കും അവന് വേണ്ടിയിട്ട്. കാരണം മറ്റ് 6 മാസം മുമ്പ് വരെയുള്ളതെല്ലാം ഇട്ട് ചെറുതൊക്കെ ആയല്ലോ. അപ്പം നമ്മൾ അടുത്ത് ചോറൂണ് കഴിഞ്ഞിട്ട് പുതിയ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മയുടെ സമ്മാനമാണ്. ചോറൂണ് കഴിയുമ്പോഴത്തേക്കും ഗിഫ്റ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് അമ്മ പൈസ തന്നു നമ്മളെടുത്തു. ഇതാ 3 എണ്ണം ചേച്ചിയുടെ ഗിഫ്റ്റാണ്. അപ്പം ഇവിടെ ശോഭാക്കി ചേച്ചിയും കുഞ്ഞുട്ടിനും കൂടെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കൂടെ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്താണ് പ്രാവശ്യമായിട്ട്. ഇത് 3 ചേച്ചിയുടെ സമ്മാനമാണ് അവന് കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെന്താണ്, പിന്നെ ഇതാ അണ്ടർ സ്കേർട്ടുകളും പിന്നെ ബ്ലൗസ് തയ്ക്കുള്ള ലൈനിങ്ങുകൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ചോറൂണിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തും. അതുവരെ ബൈ ബൈ.